So guys, today is my 13th day and I am almost covered 750 plus kilometers because I'm riding, I don't know exactly. And now today I am crossing the Karnataka border into Goa. Goa is a union territory, so it officially qualifies as crossing a state into another one. So that is the last board saying thank you for visit, thank you for your visit, please visit again. So this is the last point of Karnataka. Karnataka was good to me and it was a well needed stay. It was a well needed stay, and Goa, here I come. So come on, let's cross the border together. So that is Karnataka and that is Goa. We're going in. ഇത് ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കേബിൾ ടെൻഡൻസ് ഒക്കെ ആങ്കർ ചെയ്യുന്നേ ഉള്ളൂ. കണ്ടോ, അവിടുത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പുറത്ത് കഴിയാനുണ്ട്. വേറെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ആങ്കർ മാത്രമായിട്ടുള്ളൂ. ഇനി റോഡിൻ്റെ എക്സ്റ്റൻഷൻ ചെയ്യാനുണ്ട്. നമ്മൾ പോകുന്നത് ഇതിലെ കൂടെയാണ്. അതിൻ്റെ അപ്പുറത്ത് റെയിൽവേ പാളമാണ്. രസമല്ലേ? പുള്ളി ഇതിൻ്റെ കോൺട്രാക്ടറാണ്, SS കൺസ്ട്രക്ഷൻസ്. അപ്പോൾ പുള്ളി എന്നെ ഞാനവിടെ ഫോട്ടോ എടുക്കണം കണ്ടപ്പോൾ എന്നെ ബ്രിഡ്ജിനെ കുറിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയതാണ് സ്കൂട്ടറിൽ. അങ്ങനെ എനിക്ക് മൊത്തം പറഞ്ഞു തന്നു, മൊത്തം കാണിച്ചു തന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. 2 ബീച്ച് കണ്ട സന്തോഷമായി ആ പാലത്തിൻ്റെ പണി കണ്ടപ്പോഴത്തേനും. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ രാവിലെ കിട്ടിയൊരു സർപ്രൈസ് ആയിരുന്നു. ചെറിയ പാലമൊന്നും അല്ലല്ലോ, അത് അമ്മാതിരി ഇൻട്രസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ ആണല്ലോ. So on the way I stopped at this place to have food. It's 12:45. So this is a truck which has these foods. So I've ordered a pav bhaji because I don't want to fill myself. I'll tell you how it looks like. I ordered a pav bhaji. Okay, thank you. ഒരു ബോണ്ടയും പറഞ്ഞിട്ടുണ്ട്. കണ്ട് എനിക്കത് മതിയാവാൻ തോന്നിയില്ല, അതുകൊണ്ട് ഒരു ബോണ്ടയും പറഞ്ഞു. ഇതാണ് ട്രക്ക്. ഇത് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലാണ്.
स्पोक टूटा है। कल एक दुकान में गया और ये उसने वो ठीक कर दिया, जो एडजस्टमेंट था वो ठीक कर दिया, ये सिर्फ ये बदलना है। So fixed my cycle, repacked everything, and I am ready to go again. After looking forward to reach Mamsa to find a stay, and I am be off. So I am at Portfolio, and I am moving to the next place. My spoke got broke, and I just fixed it. Actually, the person fixed it. I just helped him. അപ്പോൾ ഞാൻ ആ സൈക്കിൾ ശരിയാക്കാൻ പോയ സമയത്ത് ഞാനൊരു സാധനം മേടിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ സൈക്കിളിനൊരു പുതിയ ബെല്ല് മേടിച്ചു. എൻ്റെ ദൈവം, ഇറ്റ്സ് സോ ക്യൂട്ട്. ഓ മൈ ഗോഡ്. നേരത്തെ ഒരു ബെല്ലുണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. പകരം ഈ സാധനം കിട്ടി. അയ്യോ, ഇത് വൻ അടിപൊളിയാണ് കേട്ടോ. ഇത് റോഡിൽ ഞാൻ ഇട്ട് പൊളിക്കും. അടിപൊളി. മാപ്സ എന്ന് പറയുന്നത് നമ്മുടെ ഗോവയുടെ നോർത്ത് ഗോവയുടെ ഏരിയയിലാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ ഒരു 10-17 കിലോമീറ്റർ കഴിഞ്ഞാൽ ഗോവ ബോർഡർ ആവും. പിന്നെ മഹാരാഷ്ട്രയാണ്. ഇതൊരു ചെറിയൊരു ടൗണാണ്. ഹൈവേയിൽ നിന്ന് ഉള്ളിലോട്ട് കയറി പോകണം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ ഗോവയിൽ മാപ്സ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ വീടുകളാണ്. അതായത് ഇവിടെ അത്രയ്ക്ക് അതിന് ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് പഴയ വീടുകളൊക്കെ ഇപ്പോഴും പഴയതായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓരോ വീടുകളും കാണിച്ചു തരാം. ഒരു വർഷം അടിപൊളി. ഇതൊക്കെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് കിട്ടിയതിൽ ഉടനെ തന്നെ 2 ലൈക്ക് അടിച്ചിട്ട് വെക്കോ. അപ്പോൾ ബാക്കി കാണിച്ചു തരാം. ആ വഴി കണ്ടോ? ആ തെങ്ങുകളിങ്ങനെ കൂടിച്ചേർന്ന് ഒരു കാനപ്പി ഫോം ചെയ്യുക കണ്ടോ? അത് ഹോട്ടലാണ്. അപ്പോൾ ഉടനെ ഒരു വീട് കാണിച്ചു തരാം. അടിപൊളി വീടല്ലേ? അതൊക്കെ പിന്നെ കാനപ്പിലോട്ട് പോകാം. അടിപൊളി. നമ്മൾ ഫുള്ള് ഇങ്ങനെ ഗ്രാമങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹൈവേ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷനാണ് ബിറ്റ്വീൻ ടൗൺസ്. അപ്പോൾ ഇതിലെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് ബീച്ചുകളിലേക്ക് എൻട്രി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റ് ഏരിയ ആണ്. പക്ഷേ ഈ നടുഭാഗം ഒന്നും ഇതുണ്ടോ, വാച്ച്മാൻ ഇരിക്കാനുള്ള കൗണ്ടറും കണ്ടോന്ന് തോന്നുന്നു. സെറ്റപ്പ് സ്ഥലം. വീടല്ല, അത് ബംഗ്ലാവ് എന്താണ്ടോ. സാധനം ജൂനിയ ഡ ഗ്രാൻഡെ കോസ്റ്റ എന്തോ വേറെ സാധനമുണ്ട്. ഒരു വീടിൻ്റെ പരിപാടി കാണിച്ചു തരാം. ഇതിപ്പോൾ മേലോട്ട് എക്സ്ട്രാ പണിതാണ്. പക്ഷേ എന്നാലും ആ ഒരു ക്വാളിറ്റി വിട്ടിട്ട് പോയിട്ടില്ല. ഓക്കെ, ഇങ്ങനെ വഴി കൂടെ പോകണം. എല്ലാവരും ഇങ്ങനെ ഒരു തംസപ്പ് കാണിച്ചിട്ട് പോകും. ഓൾ ദി ബെസ്റ്റ് പറയും. ഇങ്ങനെ 2 നടന്നില്ലെങ്കിൽ ഒരു ഹോൺ അടിക്കും. അങ്ങനെ ഹോൺ അടിക്കുമ്പോൾ ഞാനും തിരിച്ചൊരു ബെല്ലടിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷനായി. എപ്പടി എങ്ങനെയുണ്ട് പരിപാടി? അങ്ങനെ വൈകുന്നേരമായി. സമയം ഒരു 4:30. അങ്ങനെ വൈകുന്നേരമായി. സമയം 4:30ആയി. അപ്പോൾ നമ്മുടെ സ്ഥിരം ആശങ്ക ഇന്നവിടെ സ്റ്റേ. പഴയ ചോദ്യങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരവും എന്നെ തേടി ഇന്നും എത്തിയിരിക്കുന്നു. അപ്പം അങ്ങനെ എവിടെ താമസിക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹൈവേ കൂടെ പോകുമ്പോഴാണ് ബാക്കി കൂടെ ഒരു പുള്ളി ഹോൺ അടിച്ച് എന്നെ വിളിച്ചത്. അപ്പോൾ ചോദിച്ചു എങ്ങോട്ടാന്ന് ചോദിച്ചു. അവരുടെ മാപ്സായിലേക്കെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇവിടെ താമസം ചോദിച്ചു. സ്റ്റേ ആയിട്ടില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കണോ, കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഒന്നും വിളിക്കണ്ട, എൻ്റെ കടയിലോട്ട് പോരെ, അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി സൈക്കിൾ കടയാണ്. സൈക്കിൾ റെൻ്റൽ. ചേട്ടാ പൊക്കോട്ടെ. സൈക്കിൾ റെൻ്റൽ പരിപാടിയാണ്. അപ്പോൾ ആ കടയാണ്. ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ കാര്യം സെറ്റ്. ഞാനൊന്നും ചെയ്തില്ല, ഒന്നും ചോദിച്ചില്ല. ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സൈക്കിൾ കടയുടെ ബാക്കിലാണ്. അപ്പോൾ എൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയേക്കുവാണ്. അപ്പോൾ ഒരു ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് കഴിക്കണം. എന്നിട്ട് സെറ്റാക്കണം. ഇന്നത്തെ കാര്യം ഓക്കെയാണ്. കാരണം മഴ പെയ്തു തുടങ്ങി. കൃത്യത്തിന് മുമ്പ് തന്നെ അകത്ത് കയറി. അതുകൊണ്ട് ഇന്ന് വൻ അടിപൊളിയാണ്. എല്ലാ ദിവസവും ഇതേപോലെ ഫോർച്ചുനേറ്റ്ലി മുന്നോട്ട് പോകും. അതുകൊണ്ട് സൂപ്പർ ഡേയ്സ്.
ഇന്ന് ഇവിടെയാണ് സ്റ്റേ. ഇന്ന് ഇവരുടെ ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പമാണ് സ്റ്റേ. അപ്പോൾ എന്തായിരുന്നു? ഹായ്. How are you? How are you? ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോവയിൽ മാപ്സ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഇവിടുന്ന് നമ്മുടെ അഞ്ജന ബാഗ അതുപോലത്തെ ബീച്ചുകളൊക്കെ വളരെ അടുത്താണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ ഒരു സൈക്കിൾ കടയുടെ ഓണറിൻ്റെ വീട്ടിലാണ് താമസിച്ചത്, അവരുടെ പണിക്കാരുടെ ഒപ്പം. അപ്പോൾ ഇന്നലെ അടിപൊളിയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. ഓ മൈ ഗോഡ്, അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 7:30 ഞാൻ ഇറങ്ങിയെങ്കിലും അവിടുന്ന് വണ്ടിയിൽ നിന്ന് സൈക്കിളൊക്കെ പുറത്തിറക്കി പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് പെട്ടുമണിയായിട്ടുണ്ട്. പെട്ടിട്ടപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അവിടെ തൊട്ടടുത്താണ്. അത് ഒരു പാടമൊക്കെ ഉണ്ടോ ഞാൻ പോകുന്നതിന് ബാക്കിൽ. അപ്പോൾ ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഒരു പോപ്പുലർ സ്ഥലത്താണ്. അതിലെ കൂടെ സൈക്കിൾ ഓടിച്ച് പോകുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ആഗ്രഹമാണ്, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു സ്ഥലമാണ്. എന്തായാലും ഞാൻ റൈഡ് കാണിച്ചു തരാം. വണ്ടി ഞാൻ പറഞ്ഞുതരാം എവിടെയാണെന്ന്. Keep sharing your journey. Okay, bye. Bye. So I am at the place where Dear Zindagi was shot, that cycling area where in between all those coconut trees and the paddy fields. So that is the paddy fields. These are the things, and that is the way, and this is me. Yeah. മലയാളിയാണോ? നിങ്ങള് കല്യാണ പരിപാടിയാ? അടിപൊളി. എറണാകുളമാണോ? ഗുജറാത്തി. ഗുജറാത്ത് വഴിക്ക് പോണേ. Okay. Seri, bye. So I'm driving through the Dear Zindagi road and it looks beautiful. It's wonderful. It's a wonderful place to be in the morning. Good place to start my ride. So this is the road and let me show me.